ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ ബാങ്കിന്റെ MSME ലോണിനെ കുറിച്ചാണ് പറയുന്നത്. 5 കോടി രൂപ വരെ ലോൺ ലഭിക്കും. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ലോൺ ആവശ്യമുള്ളവർ, അതായത് ബിസിനസ് പർപ്പസിന് ആവശ്യമുള്ളവർ കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമസ്കാരം. ബിസിനസ് തുടങ്ങാനോ നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനോ പണം വേണമെന്ന് ആലോചിക്കുന്നവർക്കായി ഇന്ത്യൻ ബാങ്ക് നിരവധി MSME ലോൺ പദ്ധതികൾ നൽകുന്നുണ്ട്. ഈ വീഡിയോയിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം, എത്ര തുക ലഭിക്കും, എന്തൊക്കെയാണ് പ്രധാന സവിശേഷതകൾ എന്നിവ ലളിതമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. കൃത്യമായിട്ട് കാണുക. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. MSME ലോൺ എന്നുള്ളത് ഒരു ഒറ്റ ലോൺ സ്കീം അല്ല. നിങ്ങളുടെ ബിസിനസിന്റെ സ്വഭാവവും ആവശ്യവും അനുസരിച്ച് വ്യത്യസ്ത പദ്ധതികളാണ് ഇന്ത്യൻ ബാങ്ക് നൽകുന്നത്. ഉദാഹരണത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ, ടേം ലോൺ, മെഷീനറി പർച്ചേസ്, ബിസിനസ് എക്സ്പാൻഷൻ, ഡിജിറ്റൽ MSME ലോൺ, മുദ്ര ലോൺ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം? മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ്, സർവീസ് സെക്ടർ എന്നിവയിലെ മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസ് ആയിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. സാധാരണയായി ഉദ്യം രജിസ്ട്രേഷനുള്ള ബിസിനസ്സുകൾക്കാണ് MSME പദ്ധതികൾ ലഭ്യമാകുന്നത്. അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ മസ്റ്റ് ആയിരിക്കും. അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അതും മനസ്സിലാകും. പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങിയ നിരവധി ബിസിനസ് ഘടനകൾക്കും അപേക്ഷിക്കാനാകും. ഈ ലോൺ എന്തിനൊക്കെ ഉപയോഗിക്കാം? പുതിയ ബിസിനസ് തുടങ്ങാൻ ഉപയോഗിക്കാം, നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാൻ ഉപയോഗിക്കാം, പുതിയ മെഷീനുകൾ വാങ്ങിക്കാൻ ഉപയോഗിക്കാം, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം, കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ നവീകരണത്തിന് ഉപയോഗിക്കാം. അതായത് ബിസിനസ് പർപ്പസിലുള്ള കെട്ടിട നിർമ്മാണമാണ്, അല്ലാതെ വീട് വെക്കാൻ വേണ്ടിയുള്ള ലോൺ അല്ല ഇത്. കൊമേഴ്സ്യൽ വെഹിക്കിൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ് വാങ്ങാൻ ഉപയോഗിക്കാം. GST അടിസ്ഥാനത്തിലുള്ള ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേകം പദ്ധതികൾ ബാങ്ക് നൽകുന്നുണ്ട്. എത്ര തുക വരെ ലഭിക്കും? ഇത് തിരഞ്ഞെടുക്കുന്ന സ്കീമിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏത് സ്കീമാണ് നമ്മൾ എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ച്. ഉദാഹരണമായി ഡിജി MSME പദ്ധതിയിൽ 5 കോടി വരെ MSME ക്രെഡിറ്റ് ആവശ്യങ്ങൾ ഡിജിറ്റൽ രീതിയിൽ പരിഗണിക്കാമെന്ന് ബാങ്ക് വ്യക്തമാക്കുന്നുണ്ട്. പാൻ, GST, ഉദ്യം രജിസ്ട്രേഷൻ, ഇൻകം ടാക്സ് റിട്ടേൺ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ ഡിജിറ്റൽ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇതിന്റെ വിലയിരുത്തൽ നടത്തുന്നത്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജാമ്യം വേണോ? പലരും ചോദിക്കുന്ന കാര്യമാണ്, എല്ലാവരുടെയും സംശയവുമാണ്. എല്ലാ MSME ലോണുകൾക്കും ഒരേ നിയമമല്ല. ചില മൈക്രോ, സ്മോൾ എന്റർപ്രൈസസ് വായ്പകൾക്ക് CGT MSE പോലുള്ള സർക്കാർ ഗ്യാരണ്ടി പദ്ധതിയുടെ കീഴിൽ വരുമ്പോൾ കൊളാട്രൽ ഇല്ലാതെയും ലഭിക്കാം. അതായത് ജാമ്യത്തിന് വസ്തു നൽകാതെയും ലോൺ ലഭിക്കാം. എന്നാൽ എല്ലാ അപേക്ഷകൾക്കും ഇത് ബാധകമല്ല. ചില കേസുകളിൽ വസ്തു ജാമ്യമോ മറ്റ് സുരക്ഷകളോ ആവശ്യമായിട്ട് വന്നേക്കാം എന്നല്ല, വരും. അന്തിമ തീരുമാനം ബാങ്കിന്റെ ക്രെഡിറ്റ് വിലയിരുത്തലിനെ ആശ്രയിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പലിശ നിരക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പലിശ നിരക്ക് ഒരു സ്ഥിര സംഖ്യയായിട്ട് പറയാൻ കഴിയില്ല. അപേക്ഷകന്റെ ബിസിനസ്, ക്രെഡിറ്റ് പ്രൊഫൈല്, ലോൺ തുക, റിസ്ക് വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബാങ്ക് പലിശ നിശ്ചയിക്കുന്നത്. ചില പദ്ധതികൾക്ക് റിപ്പോ റേറ്റിനോട് ബന്ധിച്ചുള്ള പലിശ നിരക്കുകളാണ് നൽകാറുള്ളത്. ഇനി അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത്? ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഉദ്യം രജിസ്ട്രേഷൻ മസ്റ്റാണ്. പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, GST വിവരങ്ങൾ നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ, അതായത് നിങ്ങൾ അതിന്റെ അണ്ടറിൽ വരുന്നവരാണെങ്കിൽ വേണം. പാൻ തന്നെ 2 തരമുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ പാൻ ഉണ്ട്, ബിസിനസ് പാൻ ഉണ്ട്. രണ്ടും കരുതുക. ഇൻകം ടാക്സ് റിട്ടേൺ വേണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ബിസിനസിന്റെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് വേണം. ഈ പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങളുടെ ഏത് ബിസിനസ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് കൃത്യമായിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ടുകൾ നമ്മൾ തയ്യാറാക്കി നൽകുന്നുണ്ട്. അത് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. താല്പര്യമുള്ളവർക്ക് ഇൻബോക്സിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ബിസിനസ് വിവരങ്ങൾ എന്ന് പറയുന്നത് പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകം പ്രൊജക്ട് റിപ്പോർട്ടും, അതായത് ബാങ്കിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ രേഖകളെല്ലാം കൃത്യമായിട്ട് തയ്യാറാക്കിയാൽ നിങ്ങളുടെ അപേക്ഷയും അവർ വേഗത്തിൽ പരിഗണിക്കും. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ, MSME ലോൺ എന്നത് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്ന വായ്പയല്ല. രണ്ടാമത്തെ കാര്യം, ഇത് വീട് വെക്കാനോ ഓട്ടോറിക്ഷ വാങ്ങാനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലഭിക്കുന്ന വായ്പയല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ബാങ്കിനെ സമീപിക്കാനായിട്ട്. ബാങ്ക് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം, തിരിച്ചടവിന്റെ ശേഷി, രേഖകൾ, ക്രെഡിറ്റ് പ്രൊഫൈൽ എന്നിവ പരിശോധിച്ച ശേഷമാണ് അംഗീകാരം നൽകുന്നത്. ഇന്ത്യൻ ബാങ്ക് നൽകുന്ന വിവിധ MSME പദ്ധതികൾ നിങ്ങളുടെ ബിസിനസിന് ഏറ്റവും അനുയോജ്യമായ പദ്ധതി
പദ്ധതി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ ഒരു ലോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയുമായിട്ട് ബന്ധപ്പെടുക. അവരും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ഫെസിലിറ്റി ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതാണ്. കാരണം അപ്ഡേഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. ഞാനിത് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവരത് തന്നെ പറയും. അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അപ്ലൈ ചെയ്താൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോൺ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്ത്യൻ ബാങ്കിന്റെ ലോണുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഓൺലൈൻ നോക്കാനുള്ള സൗകര്യമുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ MSME ലോൺ, അതായത് ഇന്ത്യൻ ബാങ്ക് നൽകുന്ന MSME ലോണുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സൈറ്റ് തന്നെയാണ്, അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിച്ച് മനസ്സിലാക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബിസിനസ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്കായി നമ്മളുടെ ചാനൽ, നമ്മളുടെ പേജ് സബ്സ്ക്രൈബ്, ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുക. നന്ദി, നമസ്കാരം.